പൂർത്തിയായിട്ടില്ല. എൻ്റെ മോൻ ഇത്രയും ആക്കി വെച്ചിട്ടാണ് എൻ്റെ മോൻ പോയത്. എൻ്റെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ വീട് കിടക്കില്ലായിരുന്നു. ഫസ്റ്റ് മരിക്കേണ്ട ഞാനാണ്. കാരണം അത്രമാത്രം എനിക്ക് നല്ല ഇത് വന്നിട്ടുണ്ട്. പക്ഷേ യുവന്മാർ ഓൾറെഡി ഡ്രഗ് അഡിക്റ്റും പിന്നെ അതിനുപരി മദ്യപാനം 80% കഞ്ചാവിൻ്റെ ഇത് അംശമായി ബോഡിയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവന്മാർ അടിച്ചു കൊള്ളരാന്ന് പറയുന്നുണ്ട്. പക്ഷേ സാധാരണ ജസ്റ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് റിയലായിട്ട് നമുക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു വ്യക്തി, നല്ലൊരു നെടുന്തൂണായിരുന്ന ഒരു വ്യക്തിയാണ് അവർ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്. ഇതിൻ്റെ ചേട്ടനെ അടക്കം ചെയ്ത മണ്ണാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മരണപ്പെട്ടതിൻ്റെ വിധി കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ അവർ സങ്കടത്തിൽ ഇവിടെ വന്ന് നിന്ന് പോയതാണ്. എന്തായിരുന്നു ചേട്ടൻ എന്താണ് സംഭവിച്ചത്? ചേട്ടനിപ്പോൾ ഒരു 2016 ഈ നെടുമ്പങ്ങാടെന്നല്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ ഒരു അറിഞ്ഞ സംഭവമാണ്. നമ്മുടെ വേണാട് ഹോസ്പിറ്റലിൽ സുഹൃത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് പോയതാണ്. ചേട്ടനെന്ന് പറഞ്ഞാൽ ഒരു DYFIയുടെ ചെറിയൊരു പ്രവർത്തനം കൂടെ ആയിരുന്നു. നാട്ടിനും വീട്ടിനും കൂട്ടുകാർക്കും നല്ലൊരു ഉപകാരിയൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് ഈ 2016 ഫെബ്രുവരി ചേട്ടൻ്റെ സുഹൃത്ത് അനസ് എന്ന് പറയുന്ന ആളിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ ആൾ അവിടെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയി. അവിടെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബാറിൽ പ്രശ്നമുണ്ടാക്കി കുറച്ച് ആൾക്കാർ കൈമുറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നു. ഇവരെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നാണെന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ കൈമുറിഞ്ഞ് വന്ന് കണ്ടപ്പോൾ രക്തമൊലിച്ച് നിന്നപ്പോൾ കാര്യം എന്താണെന്ന് ചേട്ടൻ അന്വേഷിച്ച്. അപ്പോൾ അത് ഇവർക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ ചോദിച്ചത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് മനുഷ്യത്വത്തിൻ്റെ പുറത്ത് ചോദിച്ചതാണ്. പക്ഷേ ആ ആളിന് അത് ചോദിച്ചതൊരു ബുദ്ധിമുട്ടായി മാറിയതുകൊണ്ട് ചേട്ടനുമായിട്ട് വാക്കേറ്റം ഉണ്ടായി. ചേട്ടനെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് പിടിച്ച് തള്ളി. അവർ കുറച്ച് ഒരു 7-8 പേര് ചേർന്ന് ചേട്ടൻ്റെ സുഹൃത്തുക്കളെയും ചേട്ടനെയും ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഇവർ കഞ്ചാവിൻ്റെയും മദ്യലഹരിയുടെയും പുറത്തായിരുന്നു. ഇവർ ഒരു ചെറിയൊരു വാക്കിൻ്റെ ഇതിലാണ് അവർ മാറിപ്പോകാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ അതിന് പകരം ചെയ്തത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അതായത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു വ്യക്തി, നല്ലൊരു നെടുന്തൂണായിരുന്ന ഒരു വ്യക്തിയാണ് അവർ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്. ഇപ്പം വിധി തന്നത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു വിധി കൊടുക്കണം എന്ന് വെച്ചാൽ എൻ്റെ മോൻ അത്രയ്ക്ക് നല്ലൊരു മോനായിരുന്നു. ഞങ്ങളെ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മോൻ. ആ മോൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇന്നും ഒരിക്കൽ സങ്കടമുണ്ട്. ആരെ കൂടെ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അത്രമാത്രം ഞാൻ വേദനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ 3 മക്കളെ ഞാൻ വളർത്തി ഈ നിലയെത്തിച്ചു, പഠിപ്പിച്ചു അവരെ. അച്ഛനോരും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു. ഇന്നെന്താ സുഖമില്ലാത്ത ഞാനാ, ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇന്നും ഞാൻ കഷ്ടപ്പെടുക. ഞാൻ അന്യ നാട്ടിൽ പോയി കിടന്ന് ഒരു വീട്ടിൽ ജോലിക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഇന്നെന്താ വീട് പോറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ വീട് ഇനിയും പൂർത്തിയാവാനുണ്ട്, വീട് പൂർത്തിയായിട്ടില്ല. എൻ്റെ മോൻ ഇത്രയും ആക്കി വെച്ചിട്ടാണ് എൻ്റെ മോൻ പോയത്. എൻ്റെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ വീട് കിടക്കില്ലായിരുന്നു. ഞാനും ഇന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. ഇന്നെന്താ ഞാൻ കഷ്ടപ്പെട്ടു, ഞാനിന്നും ജീവിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു ശിക്ഷ കൊടുത്തത് വളരെ നന്ദിയുണ്ട് എനിക്ക് ആ മേഡത്തിനും. മേഡം ഇത്രയും കാലം ഞങ്ങളെ കൂടെ നിന്ന് ആ കേസ് നടത്തിയ ആ വേണി മേഡത്തിന് നല്ലൊരു നന്ദിയുണ്ട്. എനിക്ക് അന്ന് രാത്രി ഒരു കോള് വന്നു. മോൻ്റെ ഈ കുത്ത് നടന്നിട്ട് അന്ന് രാത്രി ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഉറക്കത്തിലായിരുന്നു. അന്ന് രാത്രി ഒരു കോള് വന്ന് ഇങ്ങനെ മോൻ വിനോദിനെ കുത്തെന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, വേറെ ഒന്നും കേട്ടില്ല. അപ്പോൾ എൻ്റെ മോൻ രാത്രി വണ്ടി ഓടിച്ചിട്ട് ഈ മോൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നീ ഉടനെ വേനാട് ആശുപത്രി ഒന്ന് പോകണം, എന്തമ്മാന്ന് കേട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ. അപ്പോൾ എൻ്റെ ഒക്കെ പറയണില്ല. എൻ്റെ മോൻ ഈ മോൻ എൻ്റെ ഒക്കെ പറയില്ല, ഇങ്ങനെ കുത്ത് കിട്ടിയ കാര്യം എൻ്റെ മോൻ പറയില്ല. എനിക്ക് ഈ ഫോൺ വന്നുകൊണ്ട് ഞാൻ എൻ്റെ മോൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു, മക്കളെ എത്രയും പെട്ടെന്ന് നീ പോ, എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് എൻ്റെ മോൻ പറയുന്നില്ല എൻ്റെ അടുക്ക.
അമ്മയെ വിഷമിപ്പിക്കണ്ട എന്നുകൊണ്ട് രീതിയിൽ എൻ്റെ മോൻ പറഞ്ഞില്ല. പിന്നീടാണ് പിറ്റേന്ന് ഇവിടെ ബോഡി വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ കുത്തിയേറ്റി ഇത് ഇങ്ങനെ എവിടെ അടികൾ കൂടി ഉള്ള ഗുണ്ടകൾ വന്ന് കുത്തിയേറ്റി ഇങ്ങനെ അനസിനെ ആശുപത്രി കൊണ്ടുപോയതിൻ്റെ അന്നാണ് ഈ സംഭവം നടന്നതെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരിയാണ്. ഒരു കാരണത്തിന് ഒരു അടിക്കേസിന് ഒന്നിനും പോവാത്ത ഒരു മോനായിരുന്നു എൻ്റെ മോൻ. എല്ലാവർക്കും നല്ലൊരു മോനായിരുന്നു. അവനൊരു ജോലി, സർക്കാർ ജോലി വരെ അവന് വന്നത്. അവൻ മരിക്കണേൻ്റെ അന്ന് സർക്കാർ ജോലി വന്നതാണ്. ISROയിൽ PSC ടെസ്റ്റ് എഴുതി പാസ്സായി അവൻ. ഫസ്റ്റിൽ കുത്തി, വിനോദനെ കുത്തി. ഫസ്റ്റ് വിനോദനെ കുത്തി. സെക്കൻഡ് കുത്ത് ആ സ്പോട്ടിൽ നടക്കുവാണ്. സെക്കൻഡ് കുത്ത് എനിക്കാണ് അടുത്ത നടക്കുന്നത്. ഇത് വെയിറ്റിംഗ് ഇല്ല, വെയിറ്റിംഗ് ആയിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ കുത്തുന്നു വലിക്കുന്നു. അപ്പോൾ സെക്കൻഡ് കുത്തിയപ്പോൾ എന്നെ കുത്തിയിട്ട് അതുപോലെ തിരിച്ചെടുത്തപ്പോഴാണ് അവരുടെ കൂടെയുള്ള മഞ്ചക്കണ്ണൻ എന്ന് പറയുന്ന പ്രതി, ഇപ്പോൾ ജീവപര്യന്തം ആ ആളിന് കുത്തുകൊണ്ടത്. അതായത് എന്നെ കുത്തിയിട്ട് തിരിച്ച് വരയ്ക്കുമ്പോൾ ഈ ഡബിൾ ഇതാണ് പിച്ചാത്തിയാണല്ലോ, അതിങ്ങനെ ബാക്കിലോട്ട് എടുത്തപ്പോൾ അവന് കുത്തുകൊണ്ടത്. അപ്പോൾ തന്നെ അവിടെ ബഹളങ്ങൾ, സിസ്റ്റേഴ്സൊക്കെ ബഹളം തുടങ്ങിപ്പോയി. കാരണം ഒരു ഇതില്ലാതെ ഇറക്കമാണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരാളിനെ ആ ആളിനെ വെറുതെ വിട്ടു. ആ ആളിനെ അടിച്ച ആളിനെ എനിക്ക് ഓർമ്മയുണ്ട്. ആ കോട്ടയിലുണ്ടായിരുന്നു അയാൾ. ഈ ആട്ടോട് അവിടെ അപ്പുറത്ത് അപ്പോൾസറി വർക്ക് നടക്കുന്ന ആട്ടോ അവിടെ നിന്നുള്ളൊരു ബീഡിങ്ങാണ്, കോട്ടഡ് ബീഡിങ്. അത് എടുത്തിട്ടാണ് ഞങ്ങളെ 2-3 നേരം അടിച്ചായിരുന്നു, മാറി അടിച്ചിട്ടുണ്ടായിരുന്നു. അടിയിൽ എൻ്റെ ഇവിടെ സ്റ്റിച്ച് ഇവിടെ പൊട്ടിപ്പോയി, ഇവിടെ സ്റ്റിച്ച് വന്നത്. അപ്പോൾ നല്ല റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സിസ്റ്റർ കോർട്ടയാട് അവർ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോലീസ് വിളിക്കാമെന്ന് വെച്ചാൽ മറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ അപ്പം തന്നെ പോയി. പക്ഷേ യുവന്മാർ ഓൾറെഡി ഡ്രഗ് അഡിക്റ്റും പിന്നെ അതിനുപരി മദ്യപാനം 80% കഞ്ചാവിൻ്റെ ഇത് അംശമായി ബോഡിയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 20% ആൽക്കഹോളും. ആ ടൈമിൽ സ്റ്റുവർട്ട് കീലർ സാറായിരുന്നു CA. കാരണം ഫസ്റ്റ് മരിക്കേണ്ട ഞാനാണ്. കാരണം അത്രമാത്രം എനിക്ക് നല്ല ഇത് വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി വിനോദിന് ഈ കുത്തിയിട്ട് കറക്കിയത് കൊണ്ടാണ് ഇൻ്റർ ബ്ലീഡിങ് നടന്നുകൊണ്ടിരുന്നത്, പുറത്താരും പോകുന്നില്ല. ബാക്കി സാഗറിനും അതുപോലെ തന്നെ നല്ല കുത്ത് കിട്ടിയായിരുന്നു. ഈ കുത്തിയ ആൾ ഒരു ബോൺ ക്രിമിനലാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. കൊല്ലത്തെ പിന്നേക്ക് അറിയുന്ന കൊല്ലം അവിടെ എവിടെയൊക്കെ പ്രതിയായിട്ട് നിന്നിട്ട് ഒളിവിൽ വന്ന് ഈ മഞ്ചക്കണ്ണനെന്ന് പറയുന്ന ആളിൻ്റെ സഹോദരിയുടെ വെഡ്ഡിങ്ങിനോ അങ്ങനെ എന്തോ ആയിരുന്നു ഇവർ അന്ന് കൂടിയിട്ട് നിന്നെന്ന് പറയുന്നത്. ഹൈലി ആയിട്ടാണ് പുള്ളി വരുന്നത്. പക്ഷെ പുള്ളി എന്നിട്ട് അങ്ങനെ അപ്പം ഈ നഴ്സ് ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ബ്ലഡ് ഇങ്ങനെ താത്ത് വെച്ചിരിക്കുന്ന പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചു കൈ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് ഒരു ഗ്ലാസ് കൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. നമ്മളവിടെ നടത്തി. അപ്പോൾ വീണ്ടും കൈ ഇങ്ങനെ പൊക്കി വെക്കുക. ഞാൻ പറഞ്ഞു കൈ മോൾട്ട് കയറ്റി ഇങ്ങനെ വെച്ചോ, ഇല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. ആ ടൈമിലാണ് അതിൻ്റെ ഈ കൈ മുറിഞ്ഞവൻ്റെ കൂടെയുള്ള ശരത്ത് എന്ന് പറയുന്നത് എന്നെ പിടിച്ചെള്ളുന്നത്. ചീത്ത വിളിച്ചുകൊണ്ടാണ് പിടിച്ച ബാഡ് വേർഡ്സ് ഇതിൽ പിടിച്ചെള്ളുക. അല്ലാതെ ഞാൻ ഈ ചെയറിൻ്റെ കൂടെ വീഴുന്നു. അവനെ വിനോദും സാഗറോടെ താങ്ങിയെടുത്തു. അപ്പോഴാണ് ഫീമെയിൽ സിസ്റ്റർ ഉണ്ടല്ലോ, ഏജഡായിട്ടുള്ള, അവർ ചോദിച്ചത് എന്തിനാണ് ആ കുഞ്ഞ് നല്ല കാര്യമല്ലേ പറഞ്ഞത്, നിങ്ങളെന്തിനാണ്? അപ്പോൾ അവരെ അടിക്കാൻ വേണ്ടി പോയ സമയത്താണ് സാഗറും വിനോദും തടഞ്ഞു. അപ്പോൾ ഷാനവാസും അകത്ത് കയറി വന്നു. അപ്പോൾ അവർ 3 കൂടെ മാക്സിമം, കാരണം അവർ പൈസ അടച്ചു. അതിനിടയ്ക്ക് ഈ തടഞ്ഞതുകൊണ്ട് അത് അടുത്ത ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. ഇങ്ങനെ കൊണ്ടുപോയി പുറത്തെത്തിക്കുവാണ്. പുറത്ത് യമാർ നിൽക്കുന്ന ആ തെങ്ങിൻ്റെ മുട്ടിൽ നിൽക്കുന്ന എനിക്കതിപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. ആ പ്ലേസ് നടക്കുന്ന ലൈവായിട്ട് ഞാൻ പറയുന്നത്, അത് ഇപ്പോഴും എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് യമാരെ അടിച്ചു കൊള്ളാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. യമാരെ അടിച്ചു കൊള്ളാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാധാരണ ജസ്റ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് റിയലായിട്ട് നമുക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്.